സൈക്കിളിന്റെ കാറ്റടിച്ച് കളയും അല്ലേ? നീ ലോക്കേജുണ്ടോ അല്ലേ? എന്റെ അടുത്തേക്ക് വന്ന ഇനി എന്റെ അടുത്ത് അഹങ്കാരം കാണിച്ചാ 10 പകൽ എടുത്തുകൊണ്ട് നിന്നെ കസിക്കുന്ന നായിന്റെ എന്ത് തെമ്മാരതായി കാണണേ? പെൺകുട്ടികളെ ഇടപെടലിട്ടോ. അതിനെ താൻ കാര്യമായി തോന്നിയാസം പറയരുത്. ഞാൻ കണ്ടോ? താൻ എന്തു പറയണ്ടേ? നീ ഉരുളൊന്നും വേണ്ട, ഞാൻ കണ്ടു. നന്നായി. താൻ പറ അവിടുന്ന്. കാലത്ത് തന്നെ ഇറങ്ങും കാലങ്ങട കൊണ്ട് കാലൻ. കരയണ്ട മോളെ, ഞാൻ വന്നത് കുട്ടിയുടെ ഭാഗ്യം. മാനം പോയില്ലല്ലോ. ചെത്തുന്നേരത്ത് ഞാൻ ആർക്കും കൊടുക്കാറില്ല. പിന്നെ രാമകരാട്ടനായതുകൊണ്ടാ. മോനെ മോനെ ഒരു തുള്ളി കൂടി മതി. ഷാപ്പിൽ അളവ് പറഞ്ഞാൽ ശരിയാവില്ല. എന്തൊരു ഷാപ്പിൽ ചെന്നിട്ട് നിന്റെ വക ഒരു കുപ്പിന് എനിക്ക് മേടിച്ചു. അത് നമുക്ക് ആലോചിക്കാം. നീ ഒന്നോട്ട് മേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. എങ്കിലും നീ ചെയ്തിട്ട് അധികണം. എടാ പോരാ, നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞാ പോരെ. ഞാൻ അവളെ നിന്റെ കയ്യിലേക്ക് അങ്ങനെ ഏൽപ്പിക്കുന്നത്. അല്ല, ദിവാകരൻ കെട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട്. ഏത് ദിവാകരൻ? കാര്യം എന്റെ അനന്തരവനാണെങ്കിലും ഒരു ഗതി പരഗതി ഇല്ലാതെ കണ്ട് കണ്ണിൽ കണ്ട റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്കുക ആ ചൂത്ത ഗാംഗുവേന് ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കോ? അതിന് ദാമോദരൻ അത്രയും കെട്ടിയിരിക്കണം. പോകാൻ പറയണോട്. മോനോ ഒറ്റ ചവിട്ടിന് തന്റെ എല്ലി ഓടിച്ചേനെ. പിന്നെ ഞാൻ തന്നെ ചുമക്കണമല്ല പണ്ടാര ചവം. അതുകൊണ്ടാ താനൊക്കെ 2 കാലം എണീറ്റ് നടക്കണേ. എന്നാ നിങ്ങൾ സംസാരിക്കേ. അതേ പറയുന്നു. കത്തി കൂട്ടിലതാ, അത് തെങ്ങി എത്താനുള്ളതാ, ഐശ്വര്യമുള്ളതാ. നിനക്കെന്റെ പെണ്ണിനെ വേണം ആ പന്നി. മേലാലെന്റെ പെണ്ണ് പോണ വഴിയുടെ 7 അയലത്തിൽ നീ വന്ന മൂക്കേനരിയും നായിന്റെ മോനെ. ഇല്ല ദിവാര, ഈ കത്തി പെൺപിള്ളാരെ കാണുമ്പോ നിന്റെ കുണഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ഇല്ല, നിർത്തി. തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടിയെന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞ പന്നി. നീ ആണാണെങ്കിൽ ഇതിന് ബദല് ചെയ്. ഇത്തിരി വൃത്തിയും വെടിപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ. തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയമായുള്ളൂ. എനിക്കവിടെ പണിയുണ്ടായിരുന്നു. പാട്ടും കൂത്തൊക്കെ കേമായിരുന്നോ? തമ്പുരാട്ടിമാര് തുള്ളന്റെ ഒപ്പം തുള്ളിയില്ല ശരിയാവില്ല അല്ലേ? ഞാനെങ്ങും പോയില്ല. എന്തേ പോവായിരുന്നത്? ചായ തണുക്കും. മതി കേട്ടില്ലേ? അത് ജിലേബി തിന്നുകൊണ്ട. പഴം അത് നീ തിന്നോ. എന്തിനാ ഇങ്ങനെ പുകച്ചു കേട്ടണേ? ശമ്പളം കിട്ടി അതെങ്ങനെങ്കിലും ചെലവാക്കിയാലേ സമാധാനം ആവുള്ളൂ അല്ലേ? അതെന്റെ ഇഷ്ട. വല്ലപ്പോഴും വീട്ടിൽ വന്ന് അമ്മയൊന്ന് കണ്ട അന്തസ് കുറയൊന്നുമില്ല. കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ. നിനക്ക് ഇഷ്ടമില്ലെന്നറിയാം. എന്നാലും തന്തയും തള്ള ഇല്ലാണ്ടായപ്പോ വിളിച്ചോണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ. അതെനിക്കറിയാത്ത കാര്യമൊന്നുമല്ല. അമ്മയോട് എനിക്ക് ഇഷ്ടക്കേടുമില്ല. ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് കയറി വിവരം അറിയുന്നേ. കുറുമ്പും കുസൃതിയും കാട്ടാൻ കൊച്ചു കുട്ടിയാണോ വിചാരം? അതിന് ഞാനൊന്നും ചെയ്തില്ല. പിന്നെന്തിനാ രാജപ്പൻ? അത് പിന്നെ എന്നെ കണ്ട അപ്പ അയാൾക്ക് തുടങ്ങും ഒരുതരം പാട്ടും. നിന്നെ കാണുക മാത്രമാണല്ലോ ഈ പാട്ടും കൂത്തും. നീ കൊഞ്ചാനും കൊഴയാനും ഇഴിച്ചു കാട്ടാൻ നിൽക്കണ്ടാവും. ആരടിച്ചു കാട്ടി? നീ വെറുതെ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയാം. മര്യാദയ്ക്കൊക്കെ ജീവിച്ചു. വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട. നിന്റെ തന്തയ്ക്ക് ഞാൻ നോങ്ങി വെച്ചിട്ടുണ്ട്.
എപ്പോഴാ എനിക്ക് പ്രാന്ത് എന്ന് പറയാൻ പറ്റില്ല. വരുമ്പം പറഞ്ഞേക്ക്. ആഹാ ദിവാര, ആ കുഞ്ഞോട്ടനാശാരി ഒന്ന് കാണണമല്ലോ. പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ. ഇനി വേറൊരു ആശാരി വിളിച്ചാ വരുമോ? കാണുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്. ചന്ദ്രേട്ടൻ വരുമ്പോ ഞാൻ എന്താ ഇപ്പൊ പറയാ? കാശ് അധികം പറ്റുകയും ചെയ്തു, പണിയും തീർത്തിട്ടില്ല. കള്ള തിരുമാലിയാ. ഇപ്പൊ പണി നടത്തിയെന്ന് 2 പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് വരാം. അതേ നടക്കൂ. അയ്യോ അതൊന്നും വേണ്ടാട്ടോ. നീ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞാ മതി. ഇങ്ങനൊരു ചൂട്. ആഹാ കലക്കല്ലൂടി. ഉവ്വ നിറങ്ങണ്ടില്ലേ? കഴിഞ്ഞ തവണത്തെ അത്ര കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് കളയിക്കണേ? നിനക്ക് എന്താ ഇവിടെ ഇടാനും ഉടുക്കാനും ഒന്നും ഇല്ലാഞ്ഞിട്ടാ? പറഞ്ഞ മനസ്സിലാണ്ടേ? ഇന്ന് മെയില് ലേറ്റ് ആണല്ലോ. ഇതെന്താ പട്ടിത്തീട്ടോ? ഏയ് അത് ചെമ്മീൻ ചമ്മന്തിയാടാ. ആ ഇതെന്താ ഇത്? ഉപ്പുമില്ല, ഒടുക്കത്തെ ഒരു മുളകും. നിനക്ക് ഹോട്ടലിൽ തെറ്റിയെ പിടിക്കൂ. അപ്പടി കല്ലാണല്ലോ തള്ള ഇതില്. അരിയിലെ കല്ല് കളഞ്ഞ് വെച്ചാൽ എന്താ നിങ്ങൾക്ക്? ഒരു വീക്ക് വെച്ചു ഞാൻ വേണമെങ്കിൽ വെച്ച് വിഴുങ്ങിട്ട് പോടാ. കണ്ണും കൊണ്ടുമില്ലാതെ വെച്ച് വിളമ്പി കൊടുക്കുമ്പോ ഇവനൊക്കെ മുട്ടിന് കുറ്റാ. മുഹൂർത്തം കേട്ട് ഇവന്റെ ഇടയിൽ നിന്ന് പോയി കിട്ടിയ മതിയായിരുന്നു എമ്പോക്കി. നിന്റെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ആ മേനയെ കൊണ്ടുവന്ന് പൊറപ്പിക്ക്. കല്ലും നെല്ലും നോക്കി വെച്ച് വിളമ്പി തരും. രാജകുമാരിയായി കോലത്ത് വായിച്ചത് മതി. നിങ്ങളെ കണ്ണും വട്ടത്തേക്ക് എന്നെ കൊണ്ടുവരണം. അവളെ കടത്തി പൊറപ്പിക്കോ തള്ള. എടാ ചമ്പനാറി, ഞാൻ അത്ര ചീത്തയാടാ. എന്ത് ദ്രോഹാടാ ഞാൻ അവൾക്ക് നിനക്ക് ചെയ്തത്? എനിക്കിത് കിട്ടണം. കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയില്ലേ? ഇപ്പൊ തള്ള വേണ്ട. മാതി പൂങ്കണ്ണീര് ഇവിടെ നിരുവല്ലേ? എനിക്കിപ്പോ മനസ്സില്ല. നന്ദിയില്ലാത്ത പാറ്റയുടെ മോൻ. തള്ളേ തള്ളേ, അമ്മേ ഇത്ര പെട്ടെന്ന് തുടങ്ങി? അമ്മേ എന്താ? ചോറ് തിന്നണില്ലേ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? എനിക്ക് വിശപ്പില്ല. എന്നിട്ട് വയറൊട്ടി കിടക്കണല്ലോ. എണീറ്റേ. വിടടാ, ഞാൻ ചീത്തയാ. എന്നെ തുടർന്ന പോടാ. എന്നെ തുടർന്നാന്ന് പറഞ്ഞില്ലേ? തൊട്ട ഒരുവൊന്നും നോക്കട്ടെ. വിട് തന്നെ, വിട്. എന്റെ അമ്മേ, അമ്മയെ പോലൊരു പാവം. ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഒച്ച എനക്കൊക്കെ വേണ്ടേ? നാക്കെടുത്ത ദണ്ണിപ്പിക്കുന്ന വർത്താന. നീ പറയണ കേട്ട് കേട്ട് അവക്ക് എന്നെ വല്ല വിലയുണ്ടോ? അവള് കുട്ടിയല്ലേ അമ്മേ? ആ കുട്ടി മടിയിലിട്ട് മുല കൊടുക്കേണ്ട പ്രായല്ലേ? ചൊണയുള്ള ആൺകുട്ടിയായിരുന്നെങ്കിൽ പെണ്ണിപ്പോ 2 പെറ്റേനെ. ഈ അമ്മയുടെ ഒരു വർത്താനം. ഇക്കൊല്ലം ഇവിടെ വിപ്ലവം സൃഷ്ടിക്കും പരമേശ്വരനെ കണ്ടോളൂ. അതെ അതെ. എന്താ പത്മിനി? ഞാൻ വിചാരിച്ചു ചന്ദ്രേട്ടനായിരിക്കുമെന്ന്. ഓ, ചന്ദ്രനായുടെ വരവ് കണ്ണിൽ അന്നൊഴിച്ച് കാത്തിരിക്കല്ലേ? ഞങ്ങൾ ലീലാവതി തമ്പുരാട്ടി ഒന്ന് കാണാൻ വന്നതാ. തമ്പുരാട്ടി ഉണ്ടാവോ? ഉവ്വ്, ഞാനിപ്പോ അവിടുന്ന് വരണേ. ആ എന്നാ വരാ വരാ വരാ. ശരി ശരി. പത്മിനെ ഞാൻ വെറുതെ മോഹിപ്പിച്ചു. ആ പിന്നെ പത്മിനി, എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ. ആ ഉവ്വ്, മേനോൻ ചേട്ടൻ ഇത്തവണ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് അന്ന് പറഞ്ഞല്ലോ. അതല്ലാന്നേ, ഈ കുട്ടി ഈ ലോകത്തൊന്നുമില്ല ജപിക്കണേ. പരിപാടികൾ അടിമുടി മാറുക, പരിപാടിയിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നോട്ടീസിൽ അടിച്ചതേ അതിനല്ല. കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവനോട് കളി, ഓട്ടം തുള്ളൽ, 3 ആനപ്പുറത്ത് ശ്രീവേലി, അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം. എന്താ ഞെട്ടിയോ?
ഞെട്ടിയോ ഞെട്ടിയോ? ഞെട്ടണ്ട, വരുന്നേയുള്ളൂ. പ്രതിഭ ആർട്സ് ക്ലബിന്റെ നാടകം കൂടാതെ ബാലെ. അപ്പൊ ഗാനമേള വേണ്ടെന്ന് വെച്ചോ? വേണ്ടാന്ന് വെക്കേ. അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനൻ അല്ലായിരിക്കണം. ഫുൾ ടൈം ഓർക്കസ്ട്ര. നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാന്നാ വിചാരിച്ച്? ആരാ? ജൂനിയർ യേശുദാസ്. ഞെട്ടി, ഇപ്പൊ ശരിക്കും ഞെട്ടി. എന്നാ പിന്നെ എന്തിനാ ജൂനിയർ? യേശുദാസിനെ കൊണ്ടുവന്ന് പോരെ? ഈ പറയുന്നത് മനസ്സിൽ വെച്ചാ മതി. സാക്ഷാൽ യേശുദാസിനൊക്കെ ക്യാമന. യേശുദാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാ രംഗത്തെ റൂമർ. എന്റെ ഗുരുത്താണോ അതോ കാരണവന്മാര് ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാൻ സമ്മതിച്ചിരിക്കുക? മൂപ്പര് വരുമ്പോ ഈ തട്ടാണ്ടിയും കിട്ടാണ്ടിയും മോളൊന്നും പാടിയ ശരിയാവില്ല. അതിന് പറ്റിയൊരു പാട്ടുകാരി വേണം. നമ്മുടെ കോലോത്തെ ലീലാവി തമ്പരാട്ട മോളില്ലേ, അതാ അസലായിട്ട് പാടുന്നു കേട്ടു. പിന്നെ ആ കുട്ടി 8 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചതല്ലേ? ശാസ്ത്രീയം വേണം. എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. തമ്പരാട്ടി ഒന്ന് സമ്മതിച്ച് കിട്ടിയാ മതിയായിരുന്നു എന്റെ കൃഷ്ണ. ഞാനിപ്പോ എന്താ പറയാ, ഒരു കച്ചേരിക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിക്കായിരുന്നു. ഇത് ഈ ഗാനമേള എന്നൊക്കെ പറഞ്ഞ ഓരോട്ട് ആഭാസല്ലേ? ഇവിടുന്ന് വേറൊന്നും ധരിക്കണ്ട. ഭഗവാനുള്ളൊരു നേർച്ചയായിട്ട് അങ്ങടാ കരുതുക. എന്താ പരമേശ്വരേ? അതെ അതെ, ഈ വരുന്ന മൂപ്പരുണ്ടല്ലോ ഈ ജൂനിയർ, അത്ര മോശക്കാരനൊന്നും അല്ലാന്നാ പറയണത്. ശാസ്ത്രീയം പഠിച്ചിട്ടുണ്ടത്രേ. എന്നാലും ക്രിസ്ത്യാനിയല്ലേ? ഏയ്, ഇത് ജൂനിയർ യേശുദാസ് ശശികുമാറാണ്. നല്ല ഒന്നാന്തരം നായ മേനോ പട്ട അല്ലേ പരമേശ്വരേ? എന്തായാലും നായരിട്ടായില്ല, അത് ഉറപ്പാ. ദയവായി നോ എന്ന് പറയരുത്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. എന്നെ ഒന്ന് രക്ഷിക്കണം. ഏതായാലും ഞാൻ കുട്ടിയോടും ചോദിക്കട്ടെ. ഓ, ഇങ്ങോട്ട് മാറൂ. മേനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടമങ്ങണ്ട് എടുക്കുക, കാലിലങ്ങണ്ട് വീഴുക. അയ്യോ, അത്രയ്ക്ക് വേണോ? ആ, ഒന്നുമില്ലെങ്കിൽ തമ്പുരാട്ടര കാലല്ലേ. എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലേ തമ്പുരാനെ? അതെ. ഓ, കഴുതക്കാലം പിടിക്കാം അല്ലേ നായരെ? തമ്പുരാട്ടി, ഒരുമിച്ചൊരു പാട്ടും കുളിയും. ഇനി കിടപ്പോടി ഒരുമിച്ചാവോ? വേഗം കുളിച്ചു വരൂ. നിന്നെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരിക്കണു. രാധേ, രാധേ, എന്നെ കാണാൻ എന്തിനാ ആളുകൾ വന്നെന്നറിയോ? ഞാനിങ്ങനെ അറിയാ. ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ഗാനമേളയ്ക്ക് പാടാൻ പോണു. ഗാനഗന്ധർവൻ ജൂനിയർ യേശുദാസിന്റെ കൂടെ. പിന്നെ നോണ, യേശുദാസല്ലേ നമ്മുടെ അമ്പലത്തിൽ വന്ന് പാടാൻ പോണത്? യേശുദാസ് അല്ലടി, ജൂനിയർ യേശുദാസ് ശശികുമാർ. യേശുദാസിനെ പോലെ തന്നെ പാടൂത്രേ. ഉവ്വ, അത് വിശ്വസിക്കാൻ കുട്ടിയിട്ട് മണ്ടയായി പോയല്ലോ. യേശുദാസിനെ പോലെ പാടാൻ ലോകത്ത് ആർക്കാ പറ്റുക? അതുണ്ടല്ലോ, ഗന്ധർവൻ മനുഷ്യ തന്നെ എടുത്തതാ. എന്നിട്ട് പെണ്ണാണ്ടെന്നൊരു ശശികുമാരി കയറി വന്നിരിക്കുന്നു. അവൻ പറഞ്ഞു പറഞ്ഞിട്ട് എന്താ പറഞ്ഞു? പേടിച്ചിട്ടൊന്നല്ല. പേടിയോ? ആരെ? അതല്ല, വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനിടയ്ക്ക്. അത് ശരിയാ. ഈ ജൂനിയർ യേശുദാസ് ഒന്നും വരാൻ പോണില്ല. വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താൻ നോക്കിക്കോ. മൂപ്പരാണോ? ഇതേതാ വലതുകാരി? അയ്യോ, ഒരു മിനിറ്റ്. കുമ്മായത്തിൽ വീണ പോലെയുണ്ട്. ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും? ഞാനാണ് വൈസ് പ്രസിഡന്റ്. ഓ, ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. ഞാൻ സന്തോഷ്. ഓ, ഇത് രാജപ്പൻ, മെമ്പറാ, പാടും. ഹലോ. ഹലോ. കണ്ണാടി കൂടി വെള്ളം അടിക്കായിരുന്നു. ഓ, യാത്ര ആകെ പ്രശ്നമെന്ന് തോന്നുന്നു. ട്രെയിനിൽ AC, തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ, അതാ അതിന്റെ ഒരു ചുക്കൊള്ള. തത്തമംഗലത്തല്ലേ സ്ഥലം? അവിടുന്ന് ട്രെയിനോ? അത് ഈ തത്തമംഗലത്തുനിന്ന് കാറില് പാലക്കാട് വന്നു. പാലക്കാട് നിന്ന് ട്രെയിൻ പിടിച്ചു. കാർ യാത്ര. ഓ,
ഈ പൊടി അടിച്ച അപ്പ തുടങ്ങും തുമ്മലും മൂക്കടപ്പും. ഹലോ, ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിൽ ആരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയെ ആവാട്ടെ. ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ. കാര്യം പറയണ കാശ് കിട്ടും, പക്ഷേ ഇറസ്പോൺസിബിളാ. ചേട്ടോ, എന്റെ കാശിതാ, എനിക്ക് പോണം. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മേനോസന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോട്ടലൊന്നുമില്ലേ? നല്ല ഹോട്ടലൊന്നും ഇല്ല. ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗകര്യം ഉണ്ടോന്നോ? വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. ഓഹോ, കൃഷ്ണ രക്ഷിച്ചു. ഇപ്പഴാണ് ശ്വാസം നേരെ വീണത്. വരാ വരാ വരാ. യേശുദാസ് അല്ലേ? അതെ. ഒരു താടിയുടെ കുറവുണ്ട്. ഓ, അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദരം താടിയുണ്ട്. ആദ്യം ഈ അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. വരൂ 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 വരൂ. പരിചയപ്പെട്ടില്ലല്ലോ. തറക്കൽ കോവിലെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ. ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യ. ശശികുമാർ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ഓവ്. ആരാണ് ഗുരു? ഗുരു കോളേജിലാ പഠിച്ചത്. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ അറിയും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടില് മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ. അവര് പാടണത് കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായത് തന്നെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മേന്നെ, ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ അതെ. എന്നാ പിന്നെ ഞാൻ വഹിക്കണില്ല. ഓട്ടോറിക്ഷയുടെ കാശ്. ആ, ഒരു കാര്യം ചെയ്യേ, തമ്പുരാട്ടൊന്ന് കലാമണ്ഡലത്തിൽ കൊണ്ടുവിട്. എന്നിട്ട് കമ്മിറ്റി ഹൗസിൽ മേടിച്ചോ. ഞാൻ പറഞ്ഞു. ശരി. ആ, അപ്പൊ കേൾക്കാൻ ഞാനും വരണുണ്ട്. വരണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശബ്ദം. എന്തത്? ചുക്കോള. ഓ, ദാസേട്ടൻ ഇതാ കുടിക്ക. ഏത് ദാസേട്ടൻ? യേശുദാസേ. ഓ, ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ ഉണ്ടാക്കി തരാം. ചുക്കും കുരുമുളകും അയ്മോദകവും ഇരട്ടിമതിലൊക്കെ ഇട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി. തൊണ്ടുണ്ടല്ലോ, കുയിൽനാദവും കുയിൽനാദം. കുട്ടി, ഭാവം ഉണ്ടാവണം. ഒന്നുകൂടി സ്വീറ്റായിട്ട് പാടൂ. നമുക്ക് പല്ലവി നോക്കാം. ഇത്തിരി പഞ്ചസാര ഉണ്ടോ ഒരു സ്വീറ്റ് ആകാൻ? പോയ നാടകം ശരിക്കും പഠിക്കാൻ നോക്ക്. പഞ്ചസാര ഇടാൻ വന്നിരിക്കും. എന്ത് കഷ്ടം. വന്നേ. ആ, ഒന്നുകൂടി വന്നേ. അതെന്താ ഇത് കൊളമാണല്ലോ. അതേ, തറവാട്ടോ കൊളാ. എന്താ കുളിക്കണോ? ഈ കുളമല്ല, ആ പെണ്ണിന്റെ പാട്ട് കൊളമാണല്ലോ ഒന്ന്. പാട്ട് കൊളോ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അപ്പൊ പാടിയൊന്നും കേട്ടില്ലേ? എന്താ കുഴപ്പമുണ്ടോ? ഇത്തിരി സീറ്റാക്കിയ പോരെ? സ്വീറ്റാക്കാൻ ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഇട്ടങ്ങട് ഇളക്കാം. ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ പാടില്ലാട്ടോ. ജൂനിയറെ, അതെ ജൂനിയറെ, നമുക്ക് എങ്ങനെയും ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം. എന്നിട്ട് അടുത്ത കൊല്ലം പാടിക്കാം. എന്താ എന്തെങ്കിലും വിഷമിക്കല്ലേ എന്റെ ജൂനിയർ? അതന്നെ. എന്നാലേ ഞാനൊരു അഡ്രസ് തരാം. എറണാകുളത്തുള്ളൊരു കുട്ടിയാ. കൈയോടെ കൊണ്ടുവന്നാ നിങ്ങക്ക് പരിപാടി നടത്താം. അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോവേ. എന്റെ മാനം പോ എന്റെ കൃഷ്ണ. പൊന്നിൽ കുന്ത്രവീണ പോലെ പാടിക്കോളൂ, കുട്ടിക്ക് പറ്റും. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ
പഠിപ്പിച്ചെടുക്കാം. കുട്ടി ഒന്നുകൂടെ പാടൂ. ആ പാടൂ. കൊളാണോ ഓക്കെ ആണോ? ഡബിൾ ഓക്കെ.